സായി ഒരിക്കൽ നിങ്ങൾക്കൊരു വാണിംഗ് തന്നതാണ്. പുറത്തുള്ള കാര്യങ്ങളെക്കുറിച്ച് യാതൊരു കാരണവശാലും ഇവിടെ ഒന്നും സംസാരിക്കരുതെന്ന് മുന്നറിയിപ്പ് അവഗണിച്ച് അത് നിങ്ങൾ വീണ്ടും ചെയ്തു. പുറത്തുള്ള കാര്യങ്ങൾ സംസാരത്തിലൂടെയോ കോഡുകളിലൂടെയോ ആംഗ്യങ്ങളിലൂടെയോ ആരുമായും പങ്കുവയ്ക്കാൻ പാടില്ല എന്നത് ഈ ബിഗ് ബോസ് വീട്ടിലെ നിയമമാണ്. നിയമങ്ങൾ പാലിക്കപ്പെടാനുള്ളതാണ്. ഇല്ലെങ്കിൽ കർശന നടപടികളിലേക്ക് ഞങ്ങൾക്ക് നീങ്ങേണ്ടി വരും. ഇത് അവസാന താക്കീതാണ്. നമസ്കാരം. വളരെ വിഷമത്തോടു കൂടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. നിങ്ങളിതിൻ്റെ തംബ്നെയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. 7 ലക്ഷത്തി ചില്ലാനം ഫോളോവേഴ്സ്, ചില്ലറ കാര്യമല്ല. കുറഞ്ഞ സമയം കൊണ്ട് സോഷ്യൽ മീഡിയയിൽ 7 ലക്ഷത്തി ചില്ലാനം ഫോളോവേഴ്സ് ഉണ്ടാക്കുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇൻഡസ്ട്രി തന്നെ നമ്പർ 1 എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. പ്രത്യേകിച്ച് ഒരു റിവ്യൂ ചെയ്യുന്ന വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പല കാര്യങ്ങളെക്കുറിച്ചും വളരെ സീരിയസ് ആയി പഠിച്ച് അതിൻ്റെ വരുംവരായികളൊക്കെ പഠിച്ചതിന് ശേഷമാണ് ഒരു കാര്യത്തെക്കുറിച്ച് അഭിപ്രായം പറയുക. സായിയുടെ കേസിൽ നിങ്ങൾക്കറിയാം, ഏതൊരു വിഷയം എടുക്കുകയാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റഡി ചെയ്തിട്ട് പ്രസൻറ്റ് ചെയ്യുന്നൊരു വ്യക്തി. അതുകൊണ്ടാണ് 7 ലക്ഷത്തി ചില്ലാനം സബ്സ്ക്രൈബേഴ്സ് ഇയാൾക്കുള്ളത്. ഓക്കെ. പിന്നെ കഴിഞ്ഞ രണ്ടോ മൂന്നോ സീസൺ ബിഗ് ബോസ് വളരെ സീരിയസ് ആയിട്ട് കണ്ട് റിവ്യൂ ചെയ്തിരുന്നൊരു വ്യക്തിയും കൂടിയാണ്. അതായത് 3 വർഷമായിട്ട് ബിഗ് ബോസ് റിവ്യൂ ചെയ്യുക, 3-4 വർഷം അറിയില്ല, 3 വർഷമായിട്ട് ബിഗ് ബോസ് റിവ്യൂ ചെയ്യുക. പിന്നെ ബിഗ് ബോസിൽ കയറി പറ്റാൻ വേണ്ടിയിട്ട് ഇത്ര അധികം ശ്രമിച്ച് 2 വർഷത്തെ പരിശ്രമം കൊണ്ട് ഒരു വൈൽഡ് കാർഡായിട്ട് അതിൻ്റെ ഉള്ളിൽ കയറി ചെല്ലുക. പോരാത്തതിന് അതിൻ്റെ ഉള്ളിൽ ആ സമയത്ത് നടക്കുന്ന വലിയൊരു പ്രശ്നമായിരുന്നു ജാസ്മിൻ ജാഫർ ഗബ്രി റിലേറ്റഡ് ആ ഇഷ്യൂവിനെ കുറിച്ച്. അതിനെതിരായിട്ട് അത്രയും സ്ട്രോങ് ആയിട്ട് സംസാരിച്ചിരുന്നൊരു വ്യക്തി അതിൻ്റെ ഉള്ളിൽ ചെന്നിട്ട് ഇതുപോലുള്ള ഒരു പൊട്ടത്തരം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വിഡ്ഢിത്തരം പൊട്ടത്തരം എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ വളരെ കുറഞ്ഞ വാക്കുകളായി പോകും. സായിനെ ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്നവരും റിലേറ്റീവ്സായിട്ടും ഒരുപാട് പേര് പുറത്തുണ്ടെന്നുള്ള അറിയാം. അവർക്കൊരു പക്ഷേ ചിലപ്പോൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് ഭയങ്കര വിഷമം തോന്നും. ഞാനും അതിലൊരു വ്യക്തിയാണ്. കാരണം വെച്ചാൽ സായി പോകുന്ന സമയത്ത് ഞങ്ങൾ യാത്രയിലുള്ള സമയത്താണ് ഈ വൈൽഡ് കാർഡ് എൻട്രി കണ്ടത്. ഈ വൈൽഡ് കാർഡ് എൻട്രികൾ ഉള്ളിൽ കയറുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ ബാക്കിയുള്ള ഒരാളുടെ സിറ്റുവേഷൻ പോലെയല്ല, വണ്ടി നിർത്തിയിട്ടാണ് ഞാൻ സായിയുടെ ആ ഒരു ക്ലിപ്പ് സീരിയസ്ലി ഞാൻ കണ്ടത്. കാരണം വെച്ചാൽ നമ്മൾ അത്രയും എക്സൈറ്റഡ് ആണ്. കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് മലപ്പുറത്ത് നിന്ന് ഫസ്റ്റ് ടൈം ബിഗ് ബോസിലേക്ക് ഒരാൾ പോകുന്നു, അത് നമ്മൾ പരിചയമുള്ളൊരു വ്യക്തി പോകുന്ന സമയത്ത് ഒരുപാട് പ്രതീക്ഷയോട് കൂടിയിട്ടാണ്. ഇത് എത്രത്തോളം എനിക്ക് പറഞ്ഞുതരാൻ പറ്റുന്നുള്ളത് അറിയില്ല. ഞാൻ പറയുന്ന സമയത്തും ഞാൻ സായിലൊരു പ്രതീക്ഷ പേഴ്സണലി വെക്കുന്ന സമയത്തും, പ്രത്യേകിച്ച് എന്താ വെച്ചാൽ സായിയുടെ പല വീഡിയോസും നിലപാടുകളും കാണുന്ന സമയത്ത് എനിക്കറിയാം ഇവൻ ഒരു കാര്യം ഇപ്പോൾ പറയും, പിന്നീട് വേറൊരു സംഗതി മാറ്റി പറയുന്ന സിറ്റുവേഷൻസ് ഒരുപാടുണ്ടായിട്ടുണ്ട്. അറിയാൻ ടൈറ്റായിട്ട് ഫോളോ ചെയ്യുന്നൊരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഒരുപാട്, അതായത് നിലപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അങ്ങനത്തെ സംഗതിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ മനുഷ്യ സഹജമായിട്ട് കണ്ടിട്ടുണ്ട്. ബേസിക്കലി ഈ ചങ്ങാതി ഒരു പാവാണെന്ന് എനിക്ക് ഞാൻ പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. അതിന് മുന്നുള്ള വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. കാരണം മനസ്സിലൊന്നും വെക്കാൻ പറ്റാത്ത ഒരാളാണ് സായി. അതിപ്പോൾ ഷെഫീന ബീവിനായിട്ടുള്ളൊരു പ്രശ്നം നടന്ന സമയത്ത് വളരെ ക്ലിയർ ആയിട്ട് അറിയുന്നതാണ്. അതിൻ്റെ മനസ്സിലൊന്നും നിൽക്കില്ല. അത് ആരെ കണ്ട് അതിനോട് നല്ല ഇതിൽ വർത്താനം ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നേരെ എല്ലാം പറഞ്ഞ് തുറന്ന് പറയും. പക്ഷെ ഇങ്ങനെയൊക്കെയുള്ളൊരു വ്യക്തിയാണെങ്കിൽ കൂടി ബിഗ് ബോസ് പോലത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ ആ ഷോനെ പറ്റി ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞ് ഡെയിലി 24 hours പോലെ അത് കണ്ടിട്ട് അതിനെക്കുറിച്ച് ഇത്രയധികം സ്റ്റഡി ചെയ്ത് റിവ്യൂ ചെയ്ത് അവിടെ നടക്കുന്ന പ്രശ്നങ്ങൾ പോലും അത്രയും നല്ല ഇതിൽ സംസാരിക്കുന്നൊരു വ്യക്തി അതിനുള്ളിൽ ചെന്നിട്ട് മിനിറ്റുകളോ മണിക്കൂർ പോലും ആയോ എന്നറിയില്ല, മിനിറ്റുകൾക്കുള്ളിൽ ഇതുപോലൊരു സംഭവം കാണിക്കുക. എന്നിട്ട് അതിന് ബിഗ് ബോസ് വാർണിംഗ് കൊടുത്തതിന് ശേഷം അതിന്ന് പോലും പഠിക്കാതെ വീണ്ടും വാർണിംഗ് ഏറ്റുവാങ്ങുക എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ആ കളർ ചെയ്ത മുടിക്കകത്ത് എന്താണെന്നുള്ളത് ചളിയാന്നുള്ളത് വേണമെങ്കിൽ പറയേണ്ടി വരും. കാരണം വെച്ചാൽ ഒരു മനുഷ്യൻ ഇത്രയധികം പ്രിപ്പറേഷനിലും ഇത്രയധികം പ്രതീക്ഷയോടും ഹാർഡ് വർക്കോടു കൂടി ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടിട്ട് ഇത്രയും വലിയ ഭൂലോക മണ്ടത്തരം ചെയ്യുക, അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നൊരു സിറ്റുവേഷൻ വരിക എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ വിഷമം മാത്രമല്ല, ദേഷ്യവും വിഷമം തോന്നുന്നത് എന്താ വെച്ചാൽ അവനെക്കുറിച്ച് ആലോചിച്ചിട്ടാണ് കേട്ടോ. അവൻ്റെ ഉള്ളിൽ അവൻ്റെ മേലെ പ്രതീക്ഷ വെച്ച ആൾക്കാരെക്കുറിച്ച് ദേഷ്യം വരുന്നത് എന്താണെന്നറിയോ? ജാസ്മിൻ എന്ന വ്യക്തി, അല്ലെങ്കിൽ ജാസ്മിനും ഗബ്രിയും കൂടി ഇത്രയും ദിവസം അവിടെ കാണിച്ച് കൂട്ടിയിരുന്ന പേക്കൂത്തിനെ എതിർക്കാത്ത ഒരാൾ പോലും ഇല്ല എന്നുള്ളതാണ് സത്യം. ബിഗ് ബോസ് എന്ന ഷോനെ ഇഷ്ടപ്പെടുന്ന, ആ ഷോ തുടക്കം മുതൽ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് ഒരു നിലയ്ക്കും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പേക്കൂത്ത് കാണിക്കുന്ന ആൾക്കാരെ ഇത് എന്താ കാണിച്ചു കൂട്ടിക്കുന്നത്. എന്നിട്ട് അതും കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ നിങ്ങൾ ഫസ്റ്റ് കണ്ട ക്ലിപ്പ് ഉണ്ടോ, സെക്കൻഡ് ടൈമും വാർണിംഗ് എന്ന് പറഞ്ഞ സമയത്ത് ഇനി എന്താ അതിൻ്റെ ഉള്ളിൽ സായിൻ്റെ ഭാവി, ഇനി അയാൾ തിരിച്ചു വരും എന്നുള്ള രീതിയിൽ പല ആൾക്കാരും, എനിക്കറിയില്ല, ആരും പറയണമെന്നും കേട്ടിട്ടില്ല. ഞാൻ ആകെ സമ്മർ മീഡിയയുടെ ഒരു വീഡിയോ കണ്ടു, സായി തിരിച്ചു വരും, അയാളെ ഗെയിം പ്ലാൻ ആയിരിക്കുന്നത് അറിയില്ല. തിരിച്ചു വന്നാൽ നന്ന്,
തിരിച്ചു വരാനുള്ള ഒരു പൊട്ടൻഷ്യലോ ഒരു ക്വാളിറ്റിയോ കപ്പാസിറ്റിയോ ഇപ്പോഴത്തെ നിലയ്ക്ക് സീക്രട്ട് ഏജൻറ് എന്ന സായി കൃഷ്ണൻ അതിൻ്റെ ഉള്ളിലുണ്ടെന്നുള്ളത് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നില്ല. കാരണം വെച്ചാൽ ബിഗ് ബോസിൻ്റെ സീസൺസ് അത്യാവശ്യം 1ാം സീസൺ മുതൽ കണ്ട റിവ്യൂ അധികം ദിവസം തുടങ്ങിയിട്ടില്ലതേ ഉള്ളൂ. ബിഗ് ബോസ് എന്ന പ്രോഗ്രാമിനെ വളരെ ഇഷ്ടപ്പെട്ട് സീരിയസ് ആയിട്ട് പലരും പുച്ഛിക്കുന്ന ഈ ബിഗ് ബോസിന് ആ സമയത്തൊക്കെ വളരെ സീരിയസ് ആയിട്ട് കണ്ടൊരു വ്യക്തി എന്നുള്ള കണ്ടീഷനിലും മറ്റുള്ള കണ്ടസ്റ്റൻസിനെയും ഇത്രയധികം ആൾക്കാരെ കാണുന്ന സമയത്ത് ഇനിയിപ്പോൾ ചില ആൾക്കാരെ പറയുന്നത് ഇത് ഇയാളുടെ ഗെയിം പ്ലാനാണ്. എന്ത് ഇതിലെ ഗെയിം പ്ലാനാണെന്നുള്ളത് മനസ്സിലാവുന്നില്ല. എന്താ ഇതിലൊരു ഗെയിം പ്ലാൻ ഉള്ളത്? 2ാം പ്രാവശ്യം വാർണിംഗ് കിട്ടിയിട്ടുണ്ട്. ഈ പ്രാവശ്യം ഈ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വരുന്ന സമയത്ത് 100% ഉറപ്പാണ് ലാലേട്ടൻ്റെ ടാർഗറ്റ് സായി ആയിരിക്കും. 100% ഷുവറാണെന്നുള്ള ഉറപ്പാണ്. ഇത് ഈ കോലത്ത് പോകണമെങ്കിൽ അതുവരെയും കൂടി നിൽക്കുമെന്നുള്ള അറിയില്ല. ഇത് മാറിയാൽ നന്ന്. ഇത് ആദ്യത്തെ സിറ്റുവേഷൻ കഴിഞ്ഞ് വാർണിംഗ് കിട്ടിക്കഴിഞ്ഞ് എന്താ ജാസ്മിനോട് ഇത്ര എന്താ ഇവരോടൊക്കെ ഇത്ര ഒരു മമത സീക്രട്ട് ഏജൻറ്റിനുള്ളിൽ ചേർന്ന് ചെയ്യാൻ? സീക്രട്ട് ഏജൻറ്റ് പലരും സത്യം പറഞ്ഞാൽ സോഷ്യൽ മീഡിയയുടെ ഊക്കിക്കൊണ്ടിരിക്കുകയാണ്. ട്രോളുകൾ എല്ലാ സംഗതികളും സ്വാഭാവികമായിട്ടും ആലോചിച്ചറിയാം. എല്ലാവരും എല്ലാ കാലത്തും എല്ലാ സംഗതികൾക്കും വിമർശിക്കുന്നൊരു വ്യക്തിയാണ് സായി. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെ വിമർശിക്കുന്ന വ്യക്തി പറയുമ്പോൾ ഒരുപാട് ശത്രുക്കളുണ്ടായിരിക്കും. 7 ലക്ഷത്തിൽ ചില്ലാനം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ അതിൽ 14 ലക്ഷം 20 ലക്ഷത്തിന് അടുത്ത് എതിർപ്പുള്ള ആൾക്കാരുണ്ടായിരിക്കും. അപ്പം നമുക്ക് ചെറിയൊരു ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് അടിക്കാൻ കണക്കായിട്ട് ആൾക്കാർ ഇരിക്കുന്നുണ്ടായിരിക്കും. അവരെ മുന്നിൽ ഒരു പക്ക കോമാളി ഫിഗറായി പോയില്ലേ. എന്താണ് ഭഗവാൻ അതിൻ്റെ അടിയിൽ കമൻസൊക്കെ കണ്ടു കഴിഞ്ഞാൽ. ഇപ്പോൾ സായിയുടെ ഫാമിലിയാണ് ഇപ്പോൾ എനിക്ക് ജിത്തുഭായും വൈഫും കൂടെയാണ് അതിൽ വീഡിയോസ് ചെയ്യുന്നത്. ഒരു പോസിറ്റീവ് കമൻറ്റ് പോലും ഞാൻ അതിൽ നോക്കുന്ന സമയത്ത് ഉണ്ടായിരിക്കില്ല. അറ്റ്ലീസ്റ്റ് ഇതൊക്കെ ഒരു മനുഷ്യൻ ചിന്തിക്കണ്ടേ. ഞാൻ ഇനി ഈ ചങ്ങാതിൻ്റെ കേസിൽ ഭഗവാനെ വയ്യ എനിക്ക് വീഡിയോ ചെയ്യാൻ വിചാരിച്ചിരുന്നു. റീച്ചൊക്കെ കിട്ടും. പക്ഷെ എന്നാലും ഞാൻ ഈ ചങ്ങാതിൻ്റെ ടോപ്പിക്കിന് എടുക്കണ്ട. കാരണം എൻ്റെ കേസിൽ ഞാൻ ഒരുപാട് വീഡിയോ ഇത് എന്തുകൊണ്ടാണ് ചെയ്യുന്നത് അറിയാം. നമുക്ക് ഒരുപാട് പ്രതീക്ഷ വെച്ച് പുലർത്തിയിട്ടുള്ള നമ്മളൊരു ആൾ എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്തൊരു മനുഷ്യൻ നിഷ്പ്രഭാവമാണെങ്കിൽ തിരക്കടില്ല. അതിനുള്ളിൽ ചെന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഈ ചങ്ങാതി ഒരു പാവമായിട്ട് ഒരു കഴിവില്ലാത്തൊരു മനുഷ്യനാണ് എനിക്ക് തോന്നുന്നത്. അതായത് കാറിൻ്റെ ഉള്ളിലിരുന്നിട്ട് പ്രീ പ്ലാൻഡായിട്ട് സ്ക്രിപ്റ്റഡായിട്ട് 4-5 കോപ്പി കട്ടിങ്ങും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അതിനെക്കുറിച്ച് അവിടുന്ന് ഇവിടുന്നൊക്കെ കളക്ട് ചെയ്ത ഇൻഫർമേഷൻ പ്രകാരം ജസ്റ്റ് തേച്ചൊട്ടിച്ച ആൾക്കാരെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാൻ മാത്രം കഴിവുള്ള ക്ലോസ്ഡ് സ്പേസിൽ ഈവൻ കാറ് പോലും കാറിൻ്റെ കാര്യം എല്ലാവരും പറയുന്നു. കാറിലിരിക്കുന്ന സമയത്തെന്ന് വെച്ചാൽ നമുക്ക് ആരുടെയും ഡിസ്റ്റർബൻസും കാര്യങ്ങളും ഒന്നുമില്ല. നമുക്ക് ചില ആൾക്കാർക്കുണ്ട് ഈ സഭാകമ്പവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. 4 ആളുടെ ഇടയിൽ സംസാരിക്കുന്നതിനൊക്കെ ഇഷ്യൂസ് ഉണ്ടാവും. അങ്ങനത്തെ ഒരു വ്യക്തി തന്നെയാണ് ഇയാൾ. അത് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് കാറിനുള്ളിൽ ഇരുന്ന് കഴിഞ്ഞിട്ട് ഇതുപോലെ ഇങ്ങനെ ക്ലോസ് സ്പേസിലിരുന്ന് സംസാരിച്ച് ശീലിച്ചിട്ട് ഒരു പക്ഷേ ചിലപ്പോൾ ഒരു പബ്ലിക്കിനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റാനുള്ള സിറ്റുവേഷൻ പോലും ഇല്ല. നേരിട്ട് അല്ലെങ്കിൽ നോർമൽ കണ്ടീഷനിൽ സംസാരിക്കുന്ന ഒരു സായി കൃഷ്ണൻ അല്ല അതിൽ സംസാരിക്കുന്നത്. സായി സംസാരിച്ച് തുടങ്ങി സ്റ്റാർട്ട് ചെയ്ത് വരുന്ന സമയത്ത് ആൾക്കാർ തമാശയ്ക്ക് കമൻറ്റിൽ പറയുന്നുണ്ട് ഇവൻ സംസാരിച്ച് തീരുമ്പോഴേക്ക് ബിഗ് ബോസിൻ്റെ സീസൺ തീരുന്നു. സ്ലോലി പെറുക്കി എറിഞ്ഞ് സംസാരിക്കുക. ടക്ക് 1-2 കാര്യങ്ങൾ സംഗതി പറഞ്ഞ് തീർത്ത് അടുത്ത ടോപ്പിക്കിലേക്ക് പോവല്ല. ഈവൻ ആക്സെൻറ്റ് പോലും ഇതല്ല സായിയുടെ ഫേക്ക് ചെയ്ത് സംസാരിക്കുന്ന ആക്സെൻറ്റ്. എന്തിനാണ് നിൽക്കുന്നത്? മലപ്പുറത്ത് നിന്ന് പോയൊരു വ്യക്തി മലപ്പുറം ആക്സെൻറ്റിൽ നോർമൽ കണ്ടീഷനിൽ സംസാരിക്കുന്ന സമയത്തല്ലേ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുള്ളൂ. ഇതെന്തിനാണ് ഇത്ര അധികം പേടിക്കുന്നത് മനസ്സിലായി. അത് മാത്രമല്ല സായിക്ക് ഒരുപാട് അവിടെ എന്തിനൊക്കെയോ സായി പേടിക്കുന്നു, ആരൊക്കെയോ സായി പ്രീതിപ്പെടുത്താൻ നടക്കുന്നു. സീരിയസ് ആയിട്ട് ആരൊക്കെയോ സുഖിപ്പിക്കാനോ പ്രീതിപ്പെടുത്താനോ ഇനി പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവരൊക്കെ സംഗതികൾ ഇതാവുമെന്ന് വിചാരിച്ചിട്ട് ചില ആൾക്കാർക്ക് അങ്ങനെ ഉണ്ട്. ചില ആൾക്കാർ ഓവർ ഡിപ്ലോമസിയാണ്, വിനയം ഒരുപാടുണ്ട്. എനിക്ക് ഭയങ്കര ഡിപ്ലോമാറ്റിക്കായിട്ട് ഇവൻ പെരുമാറുന്നൊരു സിറ്റുവേഷൻ വരെ തോന്നിപ്പോവാം. എന്തിനാണിത് ചെയ്യുന്നതെന്ന് ആലോചിക്കുന്നത്. അയാളെ കുഴി തന്നെ തോണ്ടിയിട്ട് മുന്നോട്ട് പോകേണ്ട കാര്യം. കാരണം ഇപ്പോൾ വീണ്ടും ലാസ്റ്റ് വാർണിംഗ് കിട്ടിയ സ്ഥിതിക്ക് ഒരു കയ്യാരപ്പുറത്ത് തേങ്ങ പോലെ ആയില്ലേ സിറ്റുവേഷൻ. എന്താ പറയുക, എനിക്ക് സത്യം പറയാം ഈ സംഗതികൾ പറയുന്നതിൽ വിഷമമുണ്ട്. ഇതുപോലുള്ള ഒരു ഗെയിം ഇത്ര അധികം ആൾക്കാരുടെ സ്വപ്നങ്ങൾ അതിനുള്ളിൽ പോകാനുള്ള ആൾക്കാരുടെ സംഗതി സീക്രട്ട് ഏജൻറ്റ് ഇത്ര 7 ലക്ഷത്തിലാണ് ഈ ഒരു ലേബലിൽ കുറേ കോൺട്രവേഴ്സിയാണ് ഇതിനുള്ളിലേക്ക് ആ മനുഷ്യനെ എത്തിക്കുന്നത്. ആ ഒരു കോൺട്രവേഴ്സി ആണെങ്കിൽ കൂടി അത് നിലനിർത്തി കൊണ്ടുപോകാൻ നല്ല രീതിയിൽ സംസാരിക്കാൻ കഴിയുള്ളൂ. എത്ര ആ സിബിൻ്റെയൊക്കെ മുന്നിൽ പെട്ടത് സീരിയസ് ആയിട്ട് സിബിനെന്നാണ് പറഞ്ഞിട്ടില്ല. അവൻ്റെയൊക്കെ മുന്നിൽ പെട്ടിട്ടുണ്ടെങ്കിൽ തീർന്നു തന്നെ പറയാനുള്ളൂ. സീരിയസ് ആയിട്ട് പറയാം. അവിടെ വേറൊരു സംഗതി ശ്രദ്ധിച്ചിട്ടുണ്ട്, നിങ്ങൾ എത്ര പേർക്ക് അറിയില്ല. ഇവന് ഒരുപാട് റെസ്പെക്റ്റ് അവിടെ ഉള്ളവർ കൊടുക്കുന്നുണ്ട്. നോറയുടെ ഭാഗത്ത് നിന്ന് എല്ലാം കണ്ടു. സായി ചേട്ടൻ നല്ല രീതിയിൽ എന്താണെന്ന് മനസ്സിലാവില്ല ഓവർ റെസ്പെക്റ്റ് കൊടുക്കുന്നുണ്ട്. ജിൻഡോയുടെ ഭാഗത്ത് അങ്ങനെ പല ആൾക്കാരുടെ ഭാഗത്തുനിന്നും ഓവർ റെസ്പെക്റ്റ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആ ഗ്യാങ്ങിൽ നിൽക്കാൻ അർഹതയില്ലാത്തൊരു വ്യക്തിനെ പറ്റി പറഞ്ഞപ്പോൾ ഇവൻ ജിൻഡോൻ്റെ പേരെടുത്ത് പറഞ്ഞിട്ട് അതിന് റീസൺ പറയുകയാണ് ഇയാളൊരു സ്ട്രോങ് പ്ലെയറാണ്. അർഹതയില്ല എന്ന് പറഞ്ഞാൽ അതിന് സ്ട്രോങ് പ്ലെയർ. ഞാൻ അങ്ങനത്തെ ഒരുപാട് എക്സാമ്പിൾസ് നമുക്കറിയാം. ഇപ്പോൾ ലൈവ് കാണുന്ന സമയത്ത് എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ട്. സീരിയസ്ലി മാൻ,
ഇയാൾ ഇങ്ങനെ ആവും, ഇവൻ നനഞ്ഞ പടക്കം അങ്ങനെ പല രീതിയിലും ഓപ്പൺ ഏജൻറ്റ്, പബ്ലിക് ഏജൻറ്റ്, രഹസ്യം സൂക്ഷിക്കാൻ അറിയാത്ത ആളെന്നൊക്കെ പറഞ്ഞ് ഉബൈദ് ഇബ്രാഹിമിൻ്റെ ഒക്കെ ട്രോള് കണ്ടു. വൈഷ്ണവ് ട്രോള്, ഉബൈദ് ഇബ്രാഹിമിൻ്റെ ട്രോള്. ഈ ട്രോളുകളെ കൊണ്ട് ആൾക്കാർ അടിച്ച് വാരി എറിഞ്ഞുകൊണ്ടിരിക്കുക ചങ്ങതിനെ. സീരിയസ്ലി പറയാം, വളരെ റോങ് ഡിസിഷനായി ഇയാൾ ഇതിനുള്ളിൽ പോയതെന്ന് എനിക്ക് എന്തോ ഇപ്പോഴത്തെ ഫീൽ ചെയ്യുന്നു. നാളെ ഇനി ഇത് മാറട്ടെ എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. മാറണം ചങ്ങതി. കാരണം ഇവരെങ്ങനെ കാണാൻ വയ്യ നമുക്ക്. അത് കാണാൻ എനിക്ക് നിങ്ങൾ എത്രത്തോളം അറിയില്ല. അപ്പോൾ ഒരുപാട് പേര് കാണുന്നൊരു വീഡിയോ ആണ് എൻ്റെത്. നമുക്ക് മാനസികമായിട്ട് ഈ ചങ്ങാതിനെ ഇവിടേക്ക് അവന് ഇഷ്ടമാണ് എനിക്ക്. കാരണം വെച്ചാൽ അവന് കഴിവ് എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് ഈ രീതിയിലേക്ക് എന്നുള്ള കഴിവില്ല എന്ന് നമുക്കറിയാം. ഒരു മനസ്സിലെവിടെയൊക്കെ നന്മയുള്ളൊരു ചങ്ങാതി, ആരൊക്കെയോ സഹായിക്കണം, ഹെൽപ്പ് ചെയ്യണം, നന്മയുള്ളൊരു ചങ്ങാതി. എനിക്ക് സത്യം പറഞ്ഞാൽ ഇവൻ സ്ക്രീനിൽ വരുന്ന സമയത്ത്, നമ്മളെ സ്വന്തമുള്ള ഒരാൾ വരുന്ന സമയത്ത് സ്ക്രീനിൽ വരുമ്പോൾ നമുക്ക് മനസ്സിനുള്ളിലൊരു ടെൻഷൻ വരുമായിരിക്കും. അവർ വീട്ടുകാർക്ക് ചിലപ്പോൾ ഉണ്ടാവും. അത് എത്രത്തോളം പറഞ്ഞ ആൾക്കാർക്ക് വിശ്വസിക്കുന്നില്ല. എനിക്ക് മനസ്സിനുള്ളിൽ ഒരു ടെൻഷൻ വരും. ശരി, അവന് ഒന്നും പറഞ്ഞിട്ട് ഭഗവാനെ ഇവനൊന്നും വിളിച്ച് പറയരുതേ, പ്രശ്നമാക്കരുതേ എന്ന് ഒരു മനസ്സിലൊരു ഒരു ചെറിയൊരു കുരുകുരു സാധനം വരുന്ന ഒരു ഇതാണ്, സിറ്റുവേഷനാണ്. അതിങ്ങനെ ആക്കേണ്ട വല്ല കാര്യമുണ്ട്. ഒരു കോമഡി പീസായിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ മേക്ക് ഓവർ ആണെന്നുണ്ടെങ്കിൽ ആ തലയ്ക്ക് ആ താടിയൊക്കെ വെച്ചിട്ട് അവൻ്റെതായ, അതിപ്പോൾ ഇനിയിപ്പോൾ ഈ ബിഗ് ബോസ് ചെയ്യുന്നതാണെന്നുള്ളത് അറിയില്ല. അവർ മീശയും കാര്യങ്ങളൊക്കെ താടിയൊക്കെ വെച്ചിട്ട് നോർമലായിട്ട് പോകാൻ ഒരു നോർമലായിട്ട് പോയിക്കൂടെ? ഈ ഒരു ഫേക്ക് ചെയ്ത സംഭവമായിട്ടും അങ്ങനത്തെ ഇതൊന്നും അല്ല. അയാളുടെ ബോഡി ലാംഗ്വേജ് തന്നെ കംപ്ലീറ്റ് വ്യത്യാസമാണ്. എന്തോ സംഭവമായിട്ട് വലിച്ച് കടിച്ച് ഇങ്ങനെ കൊണ്ടുവരുന്ന സമയത്തേക്ക് മറ്റൊരു പറഞ്ഞു പോയി സീസൺ അടക്കം തീരും. ഇതെൻ്റെ ഒരു എന്താ പറയുക, ഒരു വൈകാരികമായിട്ടുള്ളെന്ന് പറയുന്ന രീതിയിൽ വെച്ചാൽ ഞാൻ ആ ഇതിൻ്റെ വീഡിയോ ഓരോരുത്തർ എനിക്ക് അയച്ചു തരുന്നത്. സീക്രട്ട് ഏജൻറ്റിൻ്റെ വീഡിയോസ് ഒരുപാട് ചെയ്യുന്നതുകൊണ്ട് പല ആൾക്കാരും നമുക്ക് ഈ ഒരു കോണ്ടൻറ്റ് അയച്ചു തരുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് കണ്ടപ്പോൾ ഒന്ന് പറഞ്ഞു പോയതാണ്. ആ ഒരു ഇത് കണ്ട സമയത്ത് വിഷമം തോന്നി. ഇപ്പോൾ ഇത്ര അധികം ആൾക്കാരുടെ ഇടയിൽ നീപ്പിച്ച് നിർത്തിയിട്ട് വീണ്ടും ബിഗ് ബോസ് ലാസ്റ്റ് വാണിംഗ് ആണെന്നൊക്കെ പറഞ്ഞ് പിന്നെയും കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എന്തിനാണ് പുറത്തുള്ള കാര്യങ്ങൾ പറയുന്നത്? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ കേട്ടോ. എനിക്ക് സീരിയസ്ലി ഹോപ്പേ പോയി. പക്ഷെ എന്നാലും ഒരു പ്രാർത്ഥനയുള്ളൂ, ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും മര്യാദയ്ക്ക് നിന്നിട്ട് എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടിയിട്ട് ഫേക്ക് അല്ലാതെ റിയലായിട്ട് നിൽക്കുക. ഇപ്പോൾ കളിക്കുന്ന കളി ഫേക്കാണ്, ഇതല്ല. ഇങ്ങനെ മസിൽ പിടിച്ച് സ്ലോലി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സ്പോണ്ടേനിയസ് ആയിട്ട് നോർമലി നമ്മളിവിടെ ഒപ്പമുള്ള ആൾക്കാർ, നമ്മൾ സാധാരണക്കാർ സംസാരിക്കുന്ന രീതിയിൽ സംസാരിക്കാൻ കഴിവുള്ളൊരു വ്യക്തിയാണ് ഞാൻ. അതിനോട് പേഴ്സണലായിട്ട് സംസാരിച്ച ഒരാളായതുകൊണ്ട് പറയാം. ആ ഒരു രീതിയിൽ സംസാരിച്ച് മുന്നേറി കഴിഞ്ഞാൽ എവിടെ എത്താൻ പറ്റണം? കേപ്പബിലിറ്റി ഉണ്ട്. ജസ്റ്റ് നിന്ന് കൊടുത്താൽ മതി, ജയിപ്പിക്കാൻ ഫോളോവേഴ്സ് പുറത്തുണ്ട്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഒരു കൂട്ടം പുള്ളിക്ക് സപ്പോർട്ടായിട്ടുണ്ട്. നല്ല രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ പറയാൻ ഒരുപാട് പേരുണ്ട്. ഞാനുണ്ടാവും, എല്ലാവരും ഉണ്ടായിരിക്കും. ഇത് പറയാൻ, നമുക്ക് നല്ലത് പറയാനൊരു അവസരം കൂടി തരാത്ത സിറ്റുവേഷനിലേക്കാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തിനാണെന്ന് ആലോചിച്ച് നോക്കുക. വോട്ടിൻ്റെ കേസ്, ഒരു വോട്ടിന് ഒരു നോമിനേഷനിൽ വന്നു കഴിഞ്ഞാൽ അതിനെ ജയിപ്പിക്കാൻ അത്രയധികം ഫോളോവേഴ്സ് ഉണ്ട്. മനുഷ്യൻ വിചാരിക്കാത്ത രീതിയിൽ ആൾക്കാർ മുന്നോട്ട് കൊണ്ടുപോകും. കുറച്ചും കൂടി അടുക്ക് കഴിഞ്ഞ കാര്യങ്ങൾ ഇതിന് ഒരുപാട് കണക്ഷൻസ് ഉള്ള ആൾക്കാരുണ്ട്, ഫോളോവേഴ്സ് ഉണ്ട്. ഇവരൊക്കെ സ്റ്റേറ്റസും സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് സപ്പോർട്ട് ചെയ്ത് പൊന്തിച്ചുകൊണ്ടിരും. പക്ഷെ ഇപ്പോഴത്തെ നിലയ്ക്ക് നോമിനേഷനിൽ വന്നാൽ ഒരാൾക്കും ചെയ്യാൻ കഴിയില്ല. ഒരാൾക്കും സപ്പോർട്ട് ചെയ്യാൻ പോലും അതിന് പറ്റില്ല. കാരണം സപ്പോർട്ട് ചെയ്യുന്നവൻ കോമാളിയായി പോകും, സപ്പോർട്ട് ചെയ്യുന്നവൻ വിഡ്ഢിയായി പോകും. കാരണം എന്ന് വെച്ചാൽ ഇതിനൊക്കെ പോയി സപ്പോർട്ട് ചെയ്യുന്ന സിറ്റുവേഷൻ അങ്ങനെ പറയാൻ മടിയാവും. ഞാൻ കണ്ടുന്നു പല ആൾക്കാരും ഇവനെ വളരെ ക്ലോസ് ആയിട്ട് ഇവനെ അങ്ങനെ പറഞ്ഞിരുന്ന ആൾക്കാർ പോലും ഊക്കിയും കൊണ്ട് ആ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിരിക്കുന്നത്. സീരിയസ്ലി മാൻ, എങ്ങനെയെങ്കിലും ഇതൊന്ന് മാറി നാളെ ചങ്ങായി നേരെയായാൽ മതിയായിരുന്നു.